നമുക്കറിയാം 2024 എന്ന വർഷം ഈ പറയുന്ന ജനറൽ ഇലക്ഷന് അഭിമുഖീകരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ പറയാം 543 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് 7 ഫേസുകളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ലോക്സഭ MP ആവാനുള്ള ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്നു, ഈ ലോക്സഭ ഇലക്ഷൻസ് ഇനി ആരാണ് കണ്ടക്ട് ചെയ്യുക? പാർലമെൻ്റ് ആണോ, സുപ്രീം കോടതിയാണോ, പ്രസിഡൻ്റ് ആണോ, അതോ വേറെ ആരെങ്കിലും ആണോ? ഈ ചോദ്യം നിങ്ങൾക്ക് പലർക്കും ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻസ് ഒക്കെ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ അഡൾട്ട് സഫറേജ് എന്നെല്ലാം പറയുക. ഇതെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 326 ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് SSC ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എൻട്രി ഉദ്ദേശിക്കുന്നത് ഇനി അപ്കമിങ് എലക്ഷൻസ് ആണ്. ഇനിയിപ്പോൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലും മറ്റും നവമാധ്യമങ്ങളിലൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇലക്ഷൻ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു എക്സാമിനേഷൻ ആസ്പിറൻറ്റ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക അല്ലെങ്കിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻട്രി ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന ആ ഒരു കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ താഴെ സ്ക്രോളിൽ ഒരു നമ്പർ പോകുന്നുണ്ട്. SSCയുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഈ RRBയുടെ എക്സാംസിനൊക്കെ കോച്ചിങ്ങിന് താല്പര്യമുള്ള ആളുകൾ ദയവ് ചെയ്ത് ആ നമ്പറിലൊന്ന് ബന്ധപ്പെടുക. SSCയുടെ ഇന്ന് തന്നെ പഠന സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവുക. അപ്കമിങ് 2024 എന്ന് പറയുന്ന ഒരു വർഷം ഏറ്റവും കൂടുതൽ ബ്ലൂമിംഗ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഒരുപാട് എക്സാംസും അതുപോലെ ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു വർഷമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഈ വർഷം തന്നെ നിങ്ങളുടെ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ സേഫ് ആക്കുക. ഡ്രീം ജോബിലേക്ക്, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കയറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ നിർദ്ദേശങ്ങളും ബാക്കിയുള്ള സജഷൻസും എന്തും ഈ പറയുന്ന താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. നമുക്കറിയാം 2024 എന്ന വർഷം ഈ പറയുന്ന ജനറൽ ഇലക്ഷന് അഭിമുഖീകരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ പറയാം 543 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് 7 ഫേസുകളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഈ പറയുന്ന ജൂൺ 4-ന്, ഈ പറയുന്ന ഏപ്രിൽ 19 മുതൽ ഒന്നാമത്തെ ഫേസ് മുതൽ ഈ ജൂൺ 1 വരെയുള്ള 7 ഫേസുകളിലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഇന്ത്യ മഹാരാജ്യത്ത് 7 ഫേസുകളിലായി 543 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന് നമ്മൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഏപ്രിൽ 26-നാണ് വിധി എഴുതുന്നത്. അപ്പോൾ അതിനുശേഷം ജൂൺ 4-നാണ് നമ്മൾ ഈ പറയുന്ന ആരാണ് വിജേതാവ് അല്ലെങ്കിൽ ആരാണ് ഇനി അടുത്ത 5 വർഷം ഇന്ത്യയുടെ ഭരണചക്രം ആരുടെ കൈകളിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ജൂൺ 4-നായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ആസ്പിറൻറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ടാവും. എന്താണ് ലോക്സഭ? എന്താണ് ജനറൽ ഇലക്ഷൻ? എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ? ഒരു ലോക്സഭ MP ആവാനുള്ള മിനിമം യോഗ്യതകൾ എന്തെല്ലാമാണ്? ആരാണ് ഈ ഒരു ഒഫീഷ്യൽ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത്? ആർക്കെല്ലാം മത്സരിക്കാം? എന്താണ് ലോക്സഭ? എന്താണ് പാർലമെൻറ്റ്? പോലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ആസ്പിറൻ്റ് എന്നുള്ളത് പോട്ടെ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള കുറച്ച് ഉത്തരങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലോകസഭ എന്ന് പറയുന്നത്. നമ്മുടെ പാർലമെൻറ്റിലെ 2 സഭകളുള്ള പാർലമെൻറ്റിൽ ഈ പറയുന്ന ഡയറക്റ്റ് ഇലക്ഷനിലൂടെ പൊതു 18 വയസ്സിന് മുകളിലെത്തിയ പ്രായപൂർത്തി വോട്ടവകാശം എത്തിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് ലോകസഭയിലേക്ക് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ ഈ പറയുന്ന എലക്ട് ചെയ്യാം. അങ്ങനെ മെജോറിറ്റി ഉള്ള ലീഡേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് അവരുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അസോസിയേഷൻ എന്ത് ചെയ്യുന്നു, അവരുടെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നു. അവർ ഈ പറയുന്ന ഗവൺമെൻറ് അടുത്ത 5 വർഷക്കാലത്തേക്ക് ഭരിക്കുന്നു. കേരളത്തിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ അതിലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലോകസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നും അല്ലെങ്കിൽ ലോവർ ഹൗസ് എന്നും ഫസ്റ്റ് ചേംബർ എന്നും അറിയപ്പെടുന്ന പാർലമെൻറ്റിലെ ഒരു സഭയാണ്.
ഇപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രമായിട്ടുള്ള സ്ഥാപനമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ പാർലമെൻറ്റ് പാസ്സാക്കി വിട്ടിട്ടുള്ള പല ബില്ലുകളാണ് പിന്നീട് പ്രാബല്യത്തിൽ നിയമങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോകസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോപ്പുലർ ചാമ്പർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ്. ഓക്കെ, ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ നേതാവിനെ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി അവരെ ഈ പറയുന്ന പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ജനങ്ങളാൽ ഈ പറയുന്ന അവരുടെ ജനവിധി നേരിട്ട് അറിയിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് തന്നെ ഇത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നും അല്ലെങ്കിൽ പോപ്പുലർ ചേംബർ എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് 550ഓളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഓക്കെ, 550ഓളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 530 എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിൽ നിന്നും, ഓക്കെ, സംസ്ഥാനങ്ങളിൽ നിന്നും, ബാക്കിയുള്ള 20 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കാണ് നിന്നാണ് വരുന്നത്. അതിൽ തന്നെ ചില സീറ്റുകൾക്ക് റിസർവേഷൻ ഉണ്ട്. ഈ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും ഈ പറയുന്ന ലോക്സഭയിലേക്ക് പല സീറ്റുകളിലായിട്ട് ഈ പറയുന്ന റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ട്. നേരത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്നുള്ള രീതിയിൽ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് അതിൽ എടുത്തു കഴിഞ്ഞ് പാർലമെൻറ്റ് ഒരു തീരുമാനമെടുത്ത് അങ്ങനെയുള്ള ഇനിയൊരു റിസർവേഷൻ അതിന് വേണ്ട എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ഒരു വർഷങ്ങൾക്ക് മുപ്പുറം അതെടുത്ത് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ റിസർവേഷൻ ഉള്ളത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്ന 2 വിഭാഗത്തിലുള്ളവർക്കാണ്. ആക്ച്വലി നമ്മുടെ ടോട്ടൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി 550 ആണെങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എണ്ണം എന്ന് പറഞ്ഞത് 543 ആണ്. 543. അതിൽ 530 സംസ്ഥാനങ്ങളിൽ നിന്നും ബാക്കിയുള്ള 13 യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി 1971 സെൻസസ് പ്രകാരമാണ് ഈ ഒരു ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിർണ്ണയിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഭാവി അപ്കമിങ് ഇലക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ സീറ്റുകളുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ നിശ്ചിത കാലത്തേക്ക് അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിസർവേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 2 വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾക്ക് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഷെഡ്യൂൾ കാസ്റ്റ്, ഒന്നൊന്ന് ഷെഡ്യൂൾ ട്രൈബ്. ഇന്ത്യയിൽ അറ്റ് പ്രസൻറ്റ് 543 മണ്ഡലങ്ങൾ ഈ പറയുന്ന ജനവിധി തേടുന്ന സമയത്ത് അതിൽ 131 സീറ്റുകൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും. 84 സീറ്റുകൾ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുമ്പോൾ 47 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ പറയുന്ന ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി എന്ത് ചെയ്യുന്നു? റിസർവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ആസ് എ ടോട്ടൽ 131 സീറ്റുകൾ എന്താണ് റിസർവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ 543 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആസ് എ ടോട്ടൽ 543 മണ്ഡലങ്ങൾ ഈ പറയുന്ന ലോക്സഭ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 131 സീറ്റുകൾ റിസർവ്ഡ് സീറ്റുകളാണ്. അതിൽ തന്നെ 84 സീറ്റുകൾ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും 47 സീറ്റുകൾ ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. ഇനി അപ്കമിങ് എക്സാംസിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ, എത്ര റിസർവേഷൻ, ആർക്കൊക്കെയാണ് റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ലോക്സഭയെ പറ്റി ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്ന ലോക്സഭയുടെ ടെന്യൂർ എത്രയാണെന്ന് അറിയാമോ? 5 വർഷമാണ്. ഓക്കെ, 5 വർഷമാണ് ഒരു ലോക്സഭ എന്ന് പറയുന്നതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത്. 2019 കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷൻ പിന്നെയും നടക്കാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. ആ 5 വർഷത്തിനുള്ളിൽ ഓക്കെ, അതിന് ഇടയിൽ തന്നെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വിശ്വാസ വോട്ടിൽ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മന്ത്രിസഭയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് പ്രസിഡന്റിന് സാധിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രസിഡന്റിന് തോന്നുകയാണ് ഈ പറയുന്ന മിനിസ്ട്രിയിൽ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, മെജോറിറ്റി നഷ്ടപ്പെടുവാണെന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൊല്യൂട്ടൻ ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. അപ്പോൾ ആ അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണ്, ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ലോക്സഭയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭയിൽ ഒരു സ്പീക്കർ ഉണ്ടാവും. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറും നമുക്ക് ലോക്സഭ കൺട്രോൾ ചെയ്യുന്നതിനും ഉണ്ട്. ഓക്കെ, അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പേപ്പറിലൊക്കെ ഒരുപാട് വായിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷത്തിൽ നിന്ന് കൂടുതലാവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഉണ്ട്. 1971 മുതൽ 77 വരെയുള്ള 5ാം ലോകസഭ ഈ പറയുന്ന 6 വർഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ പ്രിവെയിൽ ചെയ്തിരുന്ന ഈ പറയുന്ന ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസിയുടെ സമയമായിരുന്നു ആ സമയം. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും ആ തുടർച്ചയായിട്ടുള്ള കാലം ഇന്ത്യ പാകിസ്ഥാൻ വാറും പിന്നെ അതുപോലെ തന്നെ ഇന്റേണലി ഉള്ള പ്രശ്നങ്ങളും പല കാരണങ്ങൾ കാരണം എന്തായിരുന്നു അവിടെ നമ്മൾ നാഷണൽ എമർജൻസിയുടെ പീരീഡായിരുന്നു. സെക്കൻഡ് ഈ പറയുന്ന എമർജൻസിയും തേർഡ് എമർജൻസിയും കൂടെ കോമൺലി 1977 പിൻവലിക്കുന്നത് പ്രസിഡന്റ്.
അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ 5 വർഷമായിരുന്ന ലോക്സഭ 1 വർഷം കൂടി, കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ ലോക്സഭ ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പാർലമെൻറ്റ് കൂടി അവരൊരു കാര്യം തീരുമാനിച്ചു, 1 വർഷം കൂടി ലോക്സഭ നീട്ടാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ലോക്സഭ നേരത്തെ പിരിയുകയാണെങ്കിൽ പ്രസിഡന്റ് ഡിസോൾവ് ചെയ്ത് വിടുകയാണ് എന്നുള്ളത് ഒരു കാര്യം. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇതുവരെ ചെയ്തിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ കാലത്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ടെന്യൂർ നമ്മൾ പറഞ്ഞു, ലോക്സഭ എന്താണെന്ന് പറഞ്ഞു, റിസർവേഷൻസ് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു, ടോട്ടൽ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എത്രയാണെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ലോക്സഭ MP ആവാനായിട്ട് മിനിമം വേണ്ട യോഗ്യതകൾ എന്നെല്ലാമാണ്. ലോക്സഭ MP ആവാനുള്ള ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ കിട്ടും. ഹി ഓർ ഷീ മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ. ഇനി മിനിമം യോഗ്യത, പ്രായ യോഗ്യത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. മിനിമം 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ലോക്സഭയിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നതിന് ഏറ്റവും മിനിമം വേണ്ട പ്രായം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? 25 വയസ്സാണ്. അദ്ദേഹം ലോക്സഭയിലേക്കാണ് പോകുന്നത്, ലോക്സഭയിൽ നിന്നാണ് അദ്ദേഹം ഈ പറയുന്ന പാർലമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് മിനിമം 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 25ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിൻ്റെ ഈ പറയുന്ന ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്ന് പിന്തുണയുണ്ട്, മെജോറിറ്റി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് 25ാമത്തെ വയസ്സിൽ തന്നെ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാം. ഓക്കെ, സോ ഒരു വ്യക്തിക്ക് ലോക്സഭ MP ആവുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും മിനിമം പ്രായം കുറവ്, മിനിമം ഏജ് ബാർ എത്രയാണ്, ഏജ് എലിജിബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 25 വയസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പാർലമെൻറ്റ് അംഗത്തിന് മിനിമം എത്ര വയസ്സിൽ പ്രധാനമന്ത്രി ആവാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. ഇനി രാജ്യസഭ വഴി എത്തുകയാണെങ്കിൽ അവിടെ അതല്ല, രാജ്യസഭയിൽ 30 വയസ്സുള്ള ഒരാൾക്ക് മാത്രമേ രാജ്യസഭയ്ക്ക് മിനിമം ഏജ് എലിജിബിലിറ്റി പറയുന്നുള്ളൂ. അതുകൊണ്ട് രാജ്യസഭ വഴി എത്തുന്ന MP മിനിമം ഈ എത്ര പ്രായം ഉണ്ടാവണം പ്രധാനമന്ത്രി ആവാനായിട്ട് പറ്റുകയാണെങ്കിൽ അത് 30 പ്രായം. പക്ഷേ മിനിമം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള ഈ മിനിമം ഏജ് എലിജിബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 25 ഇയേഴ്സ്, പ്രൊവൈഡഡ് ഹി ക്യാൻ ബി എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ത്രൂ ലോക്സഭ. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരു ഒരു വോട്ടർ ആയിരിക്കണം. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അദ്ദേഹത്തിന് മിനിമം 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ആ വ്യക്തി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജനവിധി തേടണം. ഓക്കെ, ഈ ഗുജറാത്തിൽ കിടക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ നിലവിലത്തെ പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ വാരണാസിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ജനവിധി തേടുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളും പല സ്ഥലങ്ങളിൽ നിന്നാണ് വ്യക്തികൾ ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു മിനിമം ക്രൈറ്റീരിയ അവിടെ തന്നെ ഫുൾഫിൽ ചെയ്യുന്നു. എവിടെയെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു മിനിമം വോട്ടർ ആയിരിക്കണം അദ്ദേഹം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോക്സഭ എന്താണെന്ന് മനസ്സിലാക്കി, എത്ര മണ്ഡലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി, റിസർവേഷൻ ആർക്കൊക്കെയാണെന്ന് മനസ്സിലാക്കി, ടെന്യൂർ എത്രയാണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഇതാ നമ്മൾ ലോക്സഭ MP ആവാനുള്ള മിനിമം യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇനിയൊന്ന് എന്ന് ചിന്തിച്ചേ, നമുക്ക് ലോക്സഭ MP ആവാനുള്ള മിനിമം എലിജിബിലിറ്റി ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില ആർട്ടിക്കിളുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇനി അപ്കമിങ് എക്സാംസിന്. ആദ്യം തന്നെ പറയുന്നത് ആർട്ടിക്കിൾ 74 ആർട്ടിക്കിൾ 74 പറയുന്നത് പാർലമെൻറ്റിൽ ഈ പ്രകാരമാണ്: ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. ഓക്കെ, രാഷ്ട്രപതിയെ സഹായിക്കുന്നതിന് വേണ്ടിയും ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായേക്കാം. ഓക്കെ, അതിൻ്റെ തലപ്പത്ത് ഒരു പ്രധാനമന്ത്രി ഉണ്ടായേക്കാം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 74 പറയുന്നത്. അതുകൊണ്ടല്ല അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഈ പോയിൻ്റാണ് അവിടെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് ആയിട്ട് മാറ്റുന്നത്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി ഷാൽ ബി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. ഓക്കെ, അതായത് ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി ആണ് അവരാണ് റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നത്. ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലർ ചേംബർ അല്ലെങ്കിൽ ലോക്സഭയ്ക്ക് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ പറയുക, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ ഡാഷ് എന്ന് കൊടുത്തിട്ട് താഴെ ലോക്സഭ, രാജ്യസഭ, ബോത്ത് പാർലമെൻറ്റ്, നൺ ഓഫ് ദി എബോവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ധൈര്യപൂർവ്വം എഴുതുക. കളക്റ്റീവ്ലി എന്നൊരു വാക്ക് അവിടെ വരികയാണെങ്കിൽ ലോക്സഭയാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 74 എന്താണ്? 75 പ്രധാനമന്ത്രിയെ പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് പ്രസിഡന്റ് ഷാൽ അപ്പോയിൻറ്റ് ദി അതർ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ് എന്നും കൂടി പറയുന്നുണ്ട്. അതിവിടെ പറയുന്നില്ല, കാരണം പ്രധാനമന്ത്രി അല്ലല്ലോ നമ്മുടെ വിഷയം. ലോക്സഭ എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ.
ഇനി അടുത്ത ആർട്ടിക്കിൾ ഒന്ന് നോക്കിയേ, പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ 81 കോമ്പോസിഷൻ ഓഫ് ലോക്സഭയുടെ ഘടനയെ പറ്റിയാണ് ഏതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 81. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത വരുന്ന എക്സാംസിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ആർട്ടിക്കിൾ 81. ഈ ലോക്സഭയുടെ ഘടനയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 81 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 93 എന്താണെന്ന് നോക്കിയേ. ഈ പറയുന്ന ലോകസഭയുടെ ഈ പറയുന്ന ലോകസഭ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു നാഥനുണ്ടായിരിക്കും, അദ്ദേഹമായിരിക്കും സ്പീക്കർ എന്നുള്ള പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഈ എലക്റ്റഡ് ആയിട്ടുള്ള MP-മാരിൽ നിന്ന് ഒരു മെജോറിറ്റി കിട്ടിയിട്ടുള്ളൊരു ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യക്തിയായിരിക്കും മിക്കവാറും സ്പീക്കറിലേക്ക് അവർ നോമിനേറ്റ് ചെയ്യുക. ചിലപ്പോൾ ജനറലി ഇലക്ഷൻ വരാറുണ്ട്, ചിലപ്പോൾ ഇലക്ഷൻ വരാറുമില്ല. ഒരു സമവായത്തിലൂടെ ചിലപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോക്സഭയ്ക്ക് ഒരു നാഥനുണ്ട്, അദ്ദേഹമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പ്രസിഡന്റ് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ഹയറാർക്കി ഓർഡറിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന വ്യക്തിയാണ് ലോക്സഭാ സ്പീക്കർ. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഈ പറയുന്ന ലോക്സഭാ MP-മാർ. ആ MP-മാരിൽ നിന്ന് തന്നെ അവരെ നിയന്ത്രിക്കേണ്ട ഒരു വ്യക്തിയാണ് ലോക്സഭാ സ്പീക്കർ. അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 93 പറയുന്നത് ലോക്സഭയ്ക്ക് അധ്യക്ഷൻ അല്ലെങ്കിൽ ലോക്സഭയുടെ നാഥനായിട്ട് അറിയപ്പെടുന്ന ലോക്സഭാ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ സഭ നിയന്ത്രിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണെന്നും മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 74 പറഞ്ഞു കൂട്ടുകാരെ, നമ്മൾ ആർട്ടിക്കിൾ 81 പറഞ്ഞു. ഇപ്പോൾ അതിനോടൊപ്പം നമ്മൾ ആർട്ടിക്കിൾ 93 പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് വളരെ ഓർത്തു വെച്ചേക്കുക. ഇനി ആർട്ടിക്കിൾ 94 എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ലോക്സഭാ സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയോ സ്ഥാനങ്ങളിൽ വാക്കൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന അവർ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ അന്തരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു വാക്കൻസി, ആ വോയിഡ് ഉണ്ടല്ലോ, അതിനെ പ്രതിപാദിക്കുന്ന ആ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വ്യക്തിയെ ലോക്സഭാ സ്പീക്കറായിട്ടോ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടോ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 94 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 93 പറയുന്നത് there shall be a provision for having a ലോക്സഭാ സ്പീക്കർ എന്നാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നാണെങ്കിൽ ആർട്ടിക്കിൾ 94 പറയുന്നത് ഈ പറയുന്ന ആ സീറ്റ് ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ ഉണ്ടാകുന്ന ഒരു വാക്കൻസി, അത് റെസിഗ്നേഷൻ മൂലമോ രാജിക്കത്ത് സമർപ്പിച്ചത് മൂലമോ അദ്ദേഹത്തെ പുറത്താക്കിയതിൽ മൂലമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യപരമായിട്ട് അദ്ദേഹം രാജിവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നതും എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 94. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആർട്ടിക്കിൾ 110. ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആർട്ടിക്കിൾ 110 എന്ന് പറയുന്നത് മണി ബില്ലിനെ സംബന്ധിച്ചാണ്. ഓക്കെ, മണി ബില്ല്, ധനബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ ഈ പറയുന്ന പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന, മണി ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സഭയേ ഉള്ളൂ, അത് ഈ പറയുന്ന ലോക്സഭയാണ്. നമുക്കറിയാം 2 സഭകളുണ്ട് നമുക്ക് പാർലമെൻറ്റിൽ, ഒന്ന് ലോകസഭ പിന്നൊന്ന് രാജ്യസഭ. പക്ഷേ ഈ രാജ്യസഭയ്ക്ക് മണി ബില്ലിൽ കാര്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള റോളില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ മണി ബില്ലിൽ റോളുള്ളത് ലോകസഭയ്ക്ക് തന്നെയാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട വ്യക്തി ഈ ലോക്സഭയുടെ സ്പീക്കറാണ്. ആ ബില്ല് ഈ പറയുന്ന ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ വേണം. എങ്കിൽ മാത്രമേ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു ബില്ല്, ഏതൊരു ബില്ലോ ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ബില്ല്, GST ബില്ല്, അത് ആദ്യമായിട്ട് പാർലമെൻറ്റിൻ്റെ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. വുമൻ റിസർവേഷൻ ബില്ല്, ഏറ്റവും കൂടുതൽ 33% വുമൻ ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബില്ല് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാസ് ചെയ്തു. അതും പാർലമെൻറ്റിൽ ഏത് സഭകളിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷേ ഈ പറയുന്ന മണി ബില്ല് അവതരിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു സഭയിൽ മാത്രമേ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ലോകസഭയാണ്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള എല്ലാ ബില്ലുകളും ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ മണി ബില്ലിൻ്റെ കാര്യത്തിൽ ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഇനി 18ാമത് ലോക്സഭ ഇലക്ഷൻ വരികയാണെന്ന് നമ്മൾ പറഞ്ഞു. 17 ലോക്സഭ ടേംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 543 കോൺസ്റ്റിറ്റ്യുവൻസിയിലായി 131 സീറ്റുകളിലേക്കുള്ള റിസർവേഷനോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ഷനാണ് അപ്കമിങ് വരുന്നത്. ഏകദേശം പറയുന്നത് 97 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയാണ് ലോക്സഭ ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ പറയുന്ന ലോക പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന 140 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ 97 കോടിയോളം ആളുകൾ എന്ത് ചെയ്യുന്നു, വോട്ട് ചെയ്യാൻ അവകാശം അല്ലെങ്കിൽ റൈറ്റ്സ് ഉള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 85 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 18ാം ലോകസഭയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് തന്നെ
വോട്ട് ചെയ്യാം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോമിൻ്റെയൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം പല ആളുകളും ഇപ്പോഴും വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അതേപോലെ തന്നെ ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അത് ആ 85 വയസ്സിന് മുകളിൽ അനാരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ആ വോട്ടിംഗ് സ്റ്റേഷനിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ സാധ്യപ്പെടാത്ത വയസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി 85 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ സൗകര്യം ഒരുക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പത്രങ്ങളിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, 7 ഫേസുകളിലായിട്ട് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയുള്ള ഫേസുകളിലായിട്ടാണ് വോട്ടിംഗ് നടക്കുന്നത്. റിസൾട്ട് വരുന്നത് ജൂൺ 4-നായിരിക്കും. ഇതാണ് 18ാം ലോക്സഭയിലേക്ക് പോകുന്ന, അഭിമുഖീകരിക്കുന്ന വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഇലക്ഷൻ? ഇപ്പോൾ ഈ ലോക്സഭ എന്താണെന്നും ലോക്സഭ എപ്പോഴാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ 18 ലോക്സഭയാണ് ഇനി 18ാം ലോക്സഭയാണ് വരാൻ പോകുന്നത്. 17ാം ലോക്സഭയുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 17ാം നിയമസഭ പാർലമെൻറ്റിൻ്റെ നാഥൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. സ്പീക്കർ ഓം ബിർളയാണ്. പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഇനി ചോദിക്കുന്നു, ഈ ലോക്സഭ ഇലക്ഷൻസ് ഇനി ആരാണ് കണ്ടക്ട് ചെയ്യുക? പാർലമെൻ്റ് ആണോ, സുപ്രീം കോടതിയാണോ, പ്രസിഡൻ്റാണോ, അതോ വേറെ ആരെങ്കിലും ആണോ? ഈ ചോദ്യം നിങ്ങൾക്ക് പലർക്കും ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻസൊക്കെ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിലുള്ള ഇലക്ഷൻസ് എല്ലാം ഈ പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1950 ജനുവരി 25 സ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യയിലുള്ള പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. 1950 ജനുവരി 25 ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയായിട്ടുള്ള ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. അത് തന്നെ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ജനുവരി 25 എന്ന് പറയുന്ന ദിവസം നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന സമ്മതിദാന ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ജനുവരി 25 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആളുകളെന്ന് പറയുന്നത്. ഈ നടുവിൽ കാണുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഈ നിൽക്കുന്നത്, രാജീവ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് അപ്പുറത്ത് നിൽക്കുന്നത് ഗ്യാനേഷ് കുമാർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഈ പറയുന്ന നമ്മുടെ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞിരുന്ന വ്യക്തികളാണ്. 2 പേരെ പുതിയതായിട്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്ന് സുഖ്വീന്ദർ സിംഗ് സന്ധു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും പിന്നെ അതുപോലെ തന്നെ ഗ്യാനേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി. അങ്ങനെ ടോട്ടൽ 3 അംഗങ്ങളാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിലുള്ളത്. ചീഫ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഉള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ രാജീവ് കുമാർ, അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്യാനേഷ് കുമാറും സുഖ്വീന്ദർ സിംഗ് സന്ധു എന്ന് പറഞ്ഞ ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കമ്പോസിഷൻ എന്ന് പറയുന്നതാണെങ്കിൽ ഒരു ചരിത്രമുണ്ട്. അന്ന് 1950 ഈ പറയുന്ന ജനുവരി 25 സ്ഥാപിതമായിട്ടുള്ള ഈ ഇലക്ഷൻ കമ്മീഷന് പിറ്റേ ദിവസം തന്നെ അവരുടെ ഘടനയെപ്പറ്റി ഒരു ന്യൂസ് വരുന്നുണ്ട്, പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുന്നുണ്ട്. അന്ന് ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിട്ടിരുന്നതാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ. ഒരൊറ്റ വ്യക്തി മാത്രമേ ഇലക്ഷൻ കമ്മീഷനിൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ചീഫും മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഒരു വ്യക്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ടിൽ ഒരു 1989 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തി മാത്രമായിരുന്നു ഇലക്ഷൻ കമ്മീഷനായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 1989 ഒക്ടോബർ 16 ഒരു തീരുമാനം വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇനി മുതൽ 3 അംഗ കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, 3 അംഗ കമ്മിറ്റി ആയിരിക്കും. അതിന് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കുമെന്ന് അന്ന് തീരുമാനം വരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? 89 ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത്. 21 വയസ്സ് വോട്ടിംഗ് ഉള്ള ആളുകൾക്ക് മാത്രമേ അന്ന് കാലത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 3 വയസ്സും കൂടെ കുറച്ച് 18 വയസ്സ് എത്തിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തിട്ടുള്ള വർഷം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ 1989 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇലക്ഷൻ സിംഗിൾ മെമ്പർ ബോഡി എന്ന് പറയുന്നത് മാറ്റി 3 മെമ്പേർഡ് ബോഡിയാക്കി ഒരു ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒപ്പം തന്നെ ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമുള്ള ഒരു ഘടനയാക്കി മാറ്റുന്നത്. അതിന് പിന്നീട് അത് മാറി പിന്നെയും 1990 തന്നെ ജനുവരിയിൽ തന്നെ പിന്നെയും അത് തിരിച്ച് സിംഗിൾ മെമ്പർ ബോഡിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ 1993 1993 ഒക്ടോബറോടുകൂടി പിന്നെയും വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഈ പറയുന്ന 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമായിട്ട് മാറ്റിയിട്ടുണ്ട്. ടിൽ നൗ 2024 വരെ ഇതേ ഘടന തന്നെയാണ് പോകുന്നത്. അതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിലവിൽ 25ാമത്തെ
ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി രാജീവ് കുമാറും അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി 2 ഇലക്ഷൻ കമ്മീഷണർ ഗണേഷ് കുമാറും സുഖ്വീന്ദർ സിംഗ് സന്ധു എന്ന് പറയുന്ന 2 പേരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോഴും അതിൻ്റെ കോമ്പോസിഷൻ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആ 3 പേരുടെ ഇമേജ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ഇവരുടെ ടെന്യൂർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വർഷം. ഓക്കെ, അവരുടെ ടേം പീരീഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ അവരുടെ മിനിമം 65 വയസ്സ് എത്തുക. ഓക്കെ, ഈ പറയുന്ന വ്യക്തി ഒരു 57ാമത്തെ വയസ്സിലാണ് ഒരു വ്യക്തിയെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 6 വർഷം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോഴും 63 വയസ്സാവുന്നേ ഉള്ളൂ. പക്ഷേ നേരെ മറിച്ച് 60 വയസ്സിലാണ് ഒരു വ്യക്തിയെ ഇലക്ഷൻ കമ്മീഷണർ ആക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 65 വയസ്സെത്തിക്കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം. സോ ഏതാണോ ആദ്യമാവുന്നത്, 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഏതാണോ ആ ഒരു വ്യക്തിക്ക് ആദ്യമാവുന്നത്, അതാണ് ആ വ്യക്തിയുടെ റിട്ടയറിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സോ ജനറലി ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് എയ്തർ 6 ഇയേഴ്സ്, ഓക്കെ, എയ്തർ 6 ഇയേഴ്സ് ഓർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ടു അറ്റൈൻ 65 ഇയേഴ്സ് ഓഫ് ഏജ്. ഇതാണ് അതിൻ്റെ ഒരു ടെന്യൂർ എന്ന് പറയുന്നത്. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് റിട്ടയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പിന്നെയും റീ അപ്പോയിൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നോ എന്നായിരിക്കും ഉത്തരം. ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും റീ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനുണ്ടല്ലോ, അതിൽ ഒരാൾക്ക് വേണമെങ്കിൽ പിന്നെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് പ്രൊമോഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണറാണ്. നാളെ ഈ രാജീവ് കുമാർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഗണേഷ് കുമാറിനെ പിടിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അദ്ദേഹം നേരത്തെ ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ആയിരുന്നുള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവാം. പക്ഷേ രാജീവ് കുമാറിന് ഇനി അടുത്ത ടേം കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അദ്ദേഹത്തിന് ഇനി ഒരു ടേം കൂടെ ഇല്ല. കാരണം ഒരു തവണ മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ടേം മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ടേം ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റും ക്ലിയർ ആയിട്ട് വെക്കുക. ഇനി ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ UPSC ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളുടെയും അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഓണറബിൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കും ഭരണഘടനാ പദവികളെല്ലാം തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. അതൊന്ന് കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ഇനി ബാക്കിയുള്ള 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആരോടുകൂടി കൺസൾട്ട് ചെയ്യാറുണ്ട്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറോടുകൂടി ഒന്ന് കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഒരു 3 മെമ്പേർഡ് കമ്മിറ്റിയാണ്. അതിൽ ഒന്ന് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഒരു പ്രധാനമന്ത്രിയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ യൂണിയൻ ലോ മിനിസ്റ്ററാണ്. യൂണിയൻ ലോ മിനിസ്റ്ററാണ്. പിന്നെ അതിനുപോലെ തന്നെ ലോക്സഭയിലെ ഈ പറയുന്ന ഒപ്പോസിഷൻ ലീഡർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് 3 അംഗ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ നിന്നാണ് ആരാണ് ആവണം എന്നുള്ളൊരു തീരുമാനം വരുന്നത്. ഈ പറയുന്ന പ്രധാനമന്ത്രിയും യൂണിയൻ ലോ മിനിസ്റ്ററും അതുപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭ, ഈ 3 പേരും കൂടി ചേർന്നിട്ടായിരിക്കും ഫൈനൽ ഒരാളെ എത്തുക. അവരെ പ്രസിഡന്റിന് മുമ്പായി ശുപാർശ ചെയ്യുന്നു. പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് കൂടി ആലോചിച്ചുകൊണ്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, ആരാണ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, എത്രയാണ് ടെന്യൂർ, എന്താണ് അതിൻ്റെ ഘടന എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും. അവർ നടത്തുന്നത് അതായത് സ്റ്റേറ്റിലേക്കുള്ള ലോക്സഭ ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻസ് മാത്രമാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇന്ത്യയിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കണ്ടക്ട് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഈ പറയുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, രാജ്യസഭ, സ്റ്റേറ്റ് നിയമസഭ, ലോകസഭ എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ അതായത് സ്റ്റേറ്റിലേക്കുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്നത്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി ഗവർണർ ആയിരിക്കും. അതുപോലെ തന്നെ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഇലക്ഷൻസ്, പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 243K എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, ആർട്ടിക്കിൾ 243Kയിൽ സബ് ക്ലോസ് ആയിട്ട് പറയുന്നത് 1. ഓക്കെ, അവിടെയാണ് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പരാമർശിച്ചിട്ടുള്ളത്. ഇനി മുനിസിപ്പാലിറ്റികളിലേക്കാണെങ്കിൽ അത് 243ZA എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിലാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാണ്? അതെല്ലാം വരുന്നു. ഓക്കെ, സംസ്ഥാനത്തുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒഴികെയുള്ള ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നു. ഇത് മാത്രം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്നു. ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ, പക്ഷേ ഇവരെ പുറത്താക്കാനുള്ള അധികാരം ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഇതേപോലെ തന്നെയാണ്, മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ. അവരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണെങ്കിൽ പുറത്താക്കാനുള്ള അധികാരം അത് ഡൽഹിയിൽ നിന്ന് തന്നെ പ്രസിഡന്റ് തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിളുകളും കൂടെ ഒന്ന് കൂട്ടത്തിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇനി ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ആർട്ടിക്കിളുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 324 പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു ബോഡി ഉണ്ടാവണം. ഇന്ത്യയിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് സുതാര്യവും സത്യസന്ധവുമായിട്ടുള്ള ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി ഒരു ബോഡി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 324 പ്രതിപാദിക്കുന്നത്. അപ്പോൾ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് മെൻഷൻസ് ദി പ്രൊവിഷൻ ഓഫ് ഹാവിംഗ് ആൻ ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 324 ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, ഈ പറയുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇതിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആർട്ടിക്കിൾ 325 ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ള ജെൻഡറിൻ്റെയോ ഒരു പേരിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതെ ഇലക്ട്രൽ റോളിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ 325 പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയും ഇന്ന മതത്തിൽ ജനിച്ചതുകൊണ്ടോ ഇന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ടോ ഇന്ന സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടാതിരിക്കരുത്, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇലക്ട്രൽ റോളിൽ വരുന്നതിന് ഉണ്ടായേക്കരുത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 325 പറഞ്ഞിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുണ്ട് കൂട്ടുകാരെ, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ആർട്ടിക്കിൾ 326 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന ലോക്സഭ ഈ പറയുന്ന തെരഞ്ഞെടുപ്പായിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പായിക്കോട്ടെ, ഇതെല്ലാം കണ്ടക്ട് ചെയ്യേണ്ടത് അഡൽട്ട് സഫറേജിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അഡൽട്ട് സഫറേജ് എന്ന് വെച്ചാൽ എന്താ, വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് മിനിമം 18 വയസ്സെത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ അഡൽട്ട് സഫറേജ് എന്നെല്ലാം പറയുക. ഇതെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 326 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അമെൻമെൻറ്റ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് ഈ പറയുന്ന വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് കുറച്ചിട്ടുള്ള അമെൻമെൻറ്റാണ് 1989 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഇതിന് മൂലമാണ് ഈ പറയുന്ന സിംഗിൾ ബോഡി എന്ന് പറയുന്നത്, സിംഗിൾ മെമ്പേർഡ് ബോഡി എന്ത് ചെയ്തിട്ടുള്ളത്, ഒക്ടോബറിൽ ഇങ്ങോട്ട് മാറിയിട്ട് 3 മെമ്പേർഡ് ബോഡി ആയിട്ട് 1989 മാറിയത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു അമെൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഇനി ആദ്യമായിട്ട് ഈ പറയുന്ന പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡിൽ ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് തന്നെ ഭരണഘടന നിർമ്മാണ സഭയിലെ ആളുകൾ തന്നെ അവരിൽ നിന്ന് ലീഡേഴ്സ് തന്നെയാണ് ഈ പറയുന്ന ഒരു ഇടക്കാല ഗവൺമെൻറ്, ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തത്. ഈ പറയുന്ന ബ്രിട്ടീഷിൻ്റെ ഈ പറയുന്ന കീഴിലായിരിക്കുന്ന സമയത്ത് പോലും 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടക്കാല ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന് മുമ്പ് തന്നെ നമുക്കൊരു ഇടക്കാല ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തി. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള വ്യക്തികളായിരുന്നു അതിന് നേതൃത്വം നൽകിയതെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ പല പരീക്ഷകളിലായിട്ട് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. വിദേശകാര്യം അതുപോലെ തന്നെ കോമൺവെൽത്ത് റിലേഷൻസ് അടക്കിയുള്ള ടേംസ് പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്ത വ്യക്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സും അതുപോലെ തന്നെ കോമൺവെൽത്ത് റിലേഷൻസും ഇൻ്ററിം ഗവൺമെൻറ്റിൽ ആരുടെ പോർട്ട്ഫോളിയോകളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്നാണ് ഫോം ചെയ്ത ഇൻ്ററിം ഗവൺമെൻറ് സെപ്റ്റംബർ 2, 1946. അപ്പോൾ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ ഹോം അഫയേഴ്സ്, ആഭ്യന്തരം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ വ്യക്തിയുടെ പേരിലാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അതൊന്ന് കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. അഗ്രികൾച്ചർ, ഫുഡ് പോലെയുള്ള മേഖലകൾ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പോർട്ട്ഫോളിയോകളായിരുന്നു. അതിനുശേഷം ഡിഫൻസ് എന്ന് പറയുന്ന പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ബൽദേവ് സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഇനി ഫിനാൻസ് എന്ന് പറയുന്നത് ആരുടെ കീഴിലായിരുന്നു, ലിഖാവത്ത് അലി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ കീഴിലായിരുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി ആയിരുന്നു അതിൻ്റെ പോർട്ട്ഫോളിയോകളെല്ലാം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ആരുടെ കീഴിലായിരുന്നു, ഗസൻഫർ അലി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ലീഡറിൻ്റെ കീഴിലായിരുന്നു ഈ ഹെൽത്ത് പോർട്ട്ഫോളിയോകൾ അന്നുണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഈ പറയുന്ന ലേബർ മിനിസ്ട്രി എന്ന് പറയുന്നത് ജഗ്ജീവൻ റാം ആയിരുന്നു ഇൻ്ററിം ഗവൺമെൻറ്റിൽ കൈകാര്യം ചെയ്തതെങ്കിൽ വർക്ക്, മൈൻ, പവർ, അതുപോലെ തന്നെ ഊർജ്ജ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തത് CH ബാബ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. സോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1946 ഫോം ചെയ്തിട്ടുള്ള ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അങ്ങനെയുള്ള ആ ഇൻ്ററിം ഗവൺമെൻറ് കഴിഞ്ഞതിന് ശേഷം 1952 ഇന്ത്യ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ ജനറൽ ഇലക്ഷന് അഭിമുഖീകരിക്കുന്നു. ഇത്രയും കാലം ബ്രിട്ടീഷിൻ്റെ കീഴിലായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് മോക്ക് ഇലക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇലക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ പറയുന്ന 89-ലെ 61ാമത്തെ ആക്ട് വരുന്നത് വരെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു മിനിമം അഡൾട്ട് സഫറേജ് എന്ന് പറയുന്നത്. പിന്നീടാണ് അതിനെ മാറ്റിയതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ 1952 ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോക്സഭാ ഇലക്ഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഈ പറയുന്ന ഇലക്ഷൻസ് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആ സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ഇൻഡിപെൻഡൻസ് ലഭിച്ചൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പല ആളുകളും പാനിക് ആയതുകൊണ്ട് തന്നെ ലിറ്ററസിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വോട്ടിംഗ് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി മോക്ക് ഇലക്ഷൻസും പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷനായിരുന്നു അത് നേതൃത്വം നൽകിയത്. ഒറ്റ വ്യക്തിയായിരുന്നു നമ്മൾ പറഞ്ഞു, സിംഗിൾ ബോഡി ആയിരുന്നു 1989 വരെ എന്ന് പറഞ്ഞു. അന്ന് ആ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പല പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്, ഹു വാസ് ദ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അത് സുകുമാർ സെൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നിലവിലെ വ്യക്തി രാജീവ് കുമാർ ആണെങ്കിൽ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. മഞ്ഞുവീഴ്ച പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഹിമാചൽ പ്രദേശിൽ 1951 തന്നെ ഇലക്ഷൻ നടന്നപ്പോൾ ആദ്യമായിട്ട് പോളിംഗ് ബൂത്തിലെത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നുള്ള ബഹുമതി ഹിമാചൽ പ്രദേശിലേക്ക് എത്തി. ഓക്കെ, ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി ശ്യാം സരൺ നേഗി എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു, മാറുന്നു. അദ്ദേഹം അടുത്തിടെയാണ് അന്തരിക്കുന്നത്. ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ വോട്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ശ്യാം സരൺ നേഗി. കൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വോട്ടറായിരുന്നു അദ്ദേഹം. സ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹം. അങ്ങനെ ഫസ്റ്റ് ലോക്സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 17 ഏപ്രിലാണ് 1952 ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ലോക്സഭ അധികാരത്തിലെത്തുന്നത്. സോ ആദ്യത്തെ ലോക്സഭ എന്ന് പറയുന്നത് 1952 കാലഘട്ടങ്ങളിലാണ്. ഇനി നടക്കാൻ പോകുന്നത് 18ാം ലോക്സഭയാണ്. ഓക്കെ, പത്രത്തോളം പഴക്കമുണ്ട് ഇന്ത്യയുടെ ഡെമോക്രസിക്ക് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. 17 ഏപ്രിൽ 1952 രൂപീകരിച്ചിട്ടുള്ള ഫസ്റ്റ് ലോകസഭ 57 ഏപ്രിൽ 4 വരെ വ്യക്തമായിട്ട് നടക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന 489 സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു ഏറ്റവും കൂടുതൽ മെജോറിറ്റി വന്ന് 364 സീറ്റുകളുമായിട്ടാണ് അവർ ഗവൺമെൻറ് ഫോം ചെയ്തത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അവരുടെ ലീഡർ. ഓക്കെ, ആ സമയത്ത് 36 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനസംഖ്യ ഉണ്ടായിരുന്നു. അതിൽ 17.5 കോടി ആളുകൾ എന്ത് ചെയ്യുന്നു, വോട്ടിങ്ങിന് എലിജിബിൾ ആയിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തില്ലെങ്കിൽ പോലും ആ ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ്റെ ടെന്യൂർ മനസ്സിലാക്കി വയ്ക്കുക. 17 ഏപ്രിൽ 1952 മുതൽ 4 ഏപ്രിൽ 1957 വരെയായിരുന്നു ഫസ്റ്റ് ലോക്സഭ എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് ആ വർഷം തന്നെയാണ്. 3 ഏപ്രിൽ 1952 രാജ്യസഭയും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏകദേശം ജനറൽ ഇലക്ഷനെ പറ്റി, ലോക്സഭയെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ആപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള SSC RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇന്ന് തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി ആപ്പിൽ താഴെ കാണുന്ന ആ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് പഠനം സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ലോക്സഭ ഇലക്ഷനൊക്കെ അഭിമുഖീകരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. വ്യക്തമായിട്ട് വിനിയോഗിക്കുക, എല്ലാവരും വോട്ട് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, സജഷൻസ് എന്തുമായിക്കോട്ടെ താഴെ കാണുന്ന ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന സ്ക്രോളിംഗ് നമ്പറിലൊന്ന് ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.